അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈമൂൻസ് കിച്ചൺ. മൈമൂൻസ് കിച്ചൺ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇന്ന് ഞാനൊരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടല്ല വന്നിട്ടുള്ളത്. കുറച്ച് കിച്ചൺ ടിപ്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന പച്ചമുളകിൻ്റെ പേസ്റ്റും ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റുമാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ ചിരവിയിട്ട് എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, അതുപോലെ കുരുമുളക് പൊടി കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ്, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്ന രീതി, കറിവേപ്പില ഉണക്കി പൊടിക്കുന്നത് എങ്ങനെയാണ്, പച്ചമുളക് കേടാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. തേങ്ങ ഞാൻ പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവ്. ഇവിടെ തെങ്ങൊന്നുമില്ല, അപ്പോൾ തേങ്ങ എനിക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. 1 കിലോ 2 കിലോ ഒക്കെ ഞാൻ ഒരുമിച്ച് വാങ്ങി വെച്ചിട്ട് ഒരു ദിവസം അതിനായിട്ടൊരു സമയം കണ്ടെത്തി ചിരണ്ടി എടുക്കാറാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള ചിരവയൊന്നും ഇപ്പം എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാനിപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ഗ്രൈൻഡറാണ്. ഇതുപോലെ ഇതിൽ തേങ്ങ ചിരണ്ടാൻ പറ്റും, പൊടി കുഴച്ചെടുക്കാൻ പറ്റും, അരി അരച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 3 in 1 പ്രോസസ്സാണ് ഈ ഒരു ഗ്രൈൻഡറിനെ കൊണ്ടുള്ളത്. തേങ്ങ ചിരവാനായിട്ടൊരു തണ്ടോട് കൂടിയിട്ടുള്ള ഒരു ചിരവ ഉണ്ട്. അപ്പോൾ അതിന് മുകളിൽ ഈ തേങ്ങ മുറി വെച്ച് കൊടുത്തിട്ട് കയ്യിൽ വെച്ച് നല്ല സോഫ്റ്റായിട്ട് ചിരണ്ടി എടുക്കാൻ പറ്റും. കുറച്ചൊരു ശ്രമകരമായൊരു പണിയാണ്, എന്നാലും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചിരവിയെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് പുറത്ത് വെക്കരുത്, അതുപോലെ ഫ്രിഡ്ജിലും വെക്കരുത്. ഒരു ഡബയിൽ ഇട്ട് വെച്ചിട്ട് ഒരു വലിയൊരു കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിലോ പുറത്തോ വെച്ച് കഴിഞ്ഞാൽ ഇത് കാറിപ്പോവും, അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. അപ്പോൾ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്തെടുത്തിട്ട് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചുകൊണ്ടോ ചിരണ്ടി എടുത്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പെട്ടെന്നൊരു ബുൾസയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ചതക്കാനായിട്ടൊരു മെനക്കേടാണല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഈ കുരുമുളക് പെട്ടെന്ന് കേടാവില്ല. മാത്രമല്ല, നമുക്ക് ബുൾസൈലൊക്കെ നമ്മൾ ഈ കുരുമുളക് ഇടുമ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറാക്കി ഞാൻ അടിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. തരിതരിപ്പായിട്ടുള്ള ആ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല. 1-2 മാസത്തോളം ഇത് കേടാവാതിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നനവുള്ള സ്പൂൺ ഇതിലേക്ക് ഇടരുത്. അതുപോലെ ഉപയോഗിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. എയർ കടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചാൽ മതി. ഇനി അടുത്തതായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഗ്രീൻ ചില്ലി പേസ്റ്റാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ, ബ്രെഡ് ടോസ്റ്റ് ഇതിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ ഏറ്റവും നല്ലതും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തൊലി കളഞ്ഞിട്ട് കഴുകിയെടുത്ത് വെക്കണം. ഇതേ മെത്തേഡിൽ തന്നെ രണ്ടും സെപ്പറേറ്റായി നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പം രണ്ടും ഒരുമിച്ചാണ് പേസ്റ്റ് ആക്കുന്നത്. രണ്ടും തൊലി കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മിക്സി ജാറിലേക്ക് ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആ ഹോൾ ഇഞ്ചി അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മിക്സിയിൽ ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ഇതിപ്പം നല്ലൊരു പേസ്റ്റായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഓയിൽ ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലൊരു സ്മൂത്ത് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മാക്സിമം ഒരു 1 month ഒക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം, കേടാവില്ല. ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അതേപോലെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി. പച്ചമുളകിൻ്റെ തണ്ട് കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം.
അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക. അതിൻ്റെ അടിയിൽ ഒരു കടലാസ് നന്നായി വിരിച്ചു കൊടുക്കണം. നന്നായി വെള്ളം വാർന്നതിന് ശേഷം മാത്രമേ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ പറ്റൂ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, മുകളിൽ ഒരു കടലാസോ അല്ലെങ്കിൽ വാഴയിലയോ വെച്ചിട്ട് ഇത് കവർ ചെയ്യാം. എന്നിട്ട് അടപ്പടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഈ പച്ചമുളകും ഞാൻ നേരത്തെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയതുപോലെ തന്നെയാണ്. കുറച്ച് പച്ചമുളക് മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത ശേഷം 2 ടീസ്പൂണോളം വിനീഗർ ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നുകൂടെ അടിച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരുപാട് നാളിത് കേടുകൂടാതിരിക്കും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുത്ത ശേഷം പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വെക്കുക. അത്രയേ ഉള്ളൂ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനിപ്പോൾ ഒരു 5-8 പീസ് ബ്രെഡ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് എത്ര തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൂപ്പൽ പിടിച്ചു പോകും. സ്മെല്ല് മാറും, കളറ് മാറും, അതിന് പൂപ്പൽ പിടിക്കും. അങ്ങനെയൊന്നും ഇല്ലാതെ കുറേ നാളിത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത്. പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ചെറിയൊരു നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബ്രെഡിൻ്റെ ആ ഒരു മോയ്സ്ചറൊക്കെ മാറി കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായി വറുത്തെടുക്കണം. മാക്സിമം ഒരു 5 to 8 മിനിറ്റ്സ് വരെ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിപ്പം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയം ഇത് തീയിൽ വെക്കരുത്, അടി പിടിച്ചിട്ട് നോൺ സ്റ്റിക്ക് ആണെങ്കിലും അടിയിൽ പിടിച്ചു പോകും. ഇപ്പം ഞാനിത് ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറട്ടെ. ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിത് ഡബയിലിട്ട് വെക്കാവൂ. ഇതിപ്പം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്രംസായി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് 2-3 വീക്സ് ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഓരോ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, പെട്ടെന്നൊന്നും കേടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് കറിവേപ്പില കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കറിവേപ്പിലയാണിത്, ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കിട്ടിയ സമയത്ത് ഒരു 1-1.5 മാസത്തോളം ഫ്രിഡ്ജിൽ നന്നായി ഫ്രഷ് ആയിട്ട് തന്നെ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ചെറുതായി ഡ്രൈ ആയി വരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി ഉണക്കിയെടുത്തു. പുറത്ത് വെയിലത്തൊന്നും വെച്ചില്ല, ഉള്ളിൽ തന്നെ വെച്ചിട്ട് നന്നായി ഉണക്കിയെടുത്തതാണിത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തായാലും ഇത് ഉണങ്ങിപ്പോവുമല്ലോ, എന്തായാലും ഇതിപ്പോൾ ഉണങ്ങിയിട്ടാണുള്ളത്. ഇത് ഞാൻ എന്ത് ചെയ്തു, നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുത്തു. ഇത് നമുക്കിനി കറിയിലൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിച്ചെടുക്കാം. തലയിൽ തേക്കാനൊക്കെ നല്ല ബെസ്റ്റാണ്. ഇത് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ കറിയിലൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കുഞ്ഞു ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ഗ്രീൻ ചില്ലി പേസ്റ്റ്, ബ്രെഡ് ക്രംസ് ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ.